ഹെൽത്ത് ടോക്സ്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം. ഹെൽത്ത് ടോക്സിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനം ആഗോള ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. താപനിലയിലെ മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, വായു, ജലമലിനീകരണം എന്നിവ മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഹെൽത്ത് ടോക്സിന്റെ ഇന്നത്തെ അധ്യായത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യവും എന്ന വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി തിരിക്കുന്നത് ആരോഗ്യവകുപ്പ് NPNCD ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KR ദീപയാണ്. നമസ്കാരം മാം, റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെയിനായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. അപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പറയുമ്പോൾ എന്താണ് കാലാവസ്ഥ എന്ന് പറയേണ്ടി വരും. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിലുണ്ടാവുന്ന താപനില, ഈർപ്പം, മഴ, മേഘം, കാറ്റ് എന്നിവ അടങ്ങുന്ന അവസ്ഥയാണ് കാലാവസ്ഥ. അപ്പം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിൽ വരുന്ന കാര്യപ്പെട്ടതും ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കുന്നതുമായ പഴക്കമുള്ള കാര്യങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, മാറ്റങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ എങ്ങനെയാണ് നാടിനെ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്നത്? നമുക്കറിയുന്ന പോലെ ഇപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കാരണങ്ങളും മാറ്റങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് എങ്ങനെ ഉണ്ടാവുന്നതിലേക്ക് പോയാൽ മാത്രമേ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റുള്ളൂ. അതായത് കാലാവസ്ഥാ വ്യതിയാനം പ്രധാനമായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഒന്ന് മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാണ് കൂടുതലുള്ളത്. അതിലൊന്ന് വനനശീകരണം പോലെയുള്ള കാര്യങ്ങൾ, വേറെ ഒന്നുള്ളത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം, അതായത് കത്തിക്കുന്നത് പോലുണ്ടായ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് വരുന്നത്. ഇവ മൂലം നമ്മുടെ മാറ്റങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അഥവാ ഉയർന്ന താപനില ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് കാരണം തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഉയർന്ന താപനിലയോടൊപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നമ്മുടെ സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നു, അതുപോലെ ഈ സമുദ്രത്തിലെ ജലത്തിൻ്റെയൊക്കെ അമ്ലത കൂടുന്നു. അത് കൂടാതെ നമ്മുടെ മഴയുടെ കൂടുതൽ മഴയും ചില സ്ഥലങ്ങളിലെ മഴയുടെ പാറ്റേണുകളൊക്കെ മാറുന്നത് കൊണ്ടുണ്ടാവുന്ന വരൾച്ച ഉണ്ടാവുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് ആരോഗ്യത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോഗ്യത്തെ ഏതൊക്കെ രീതിയിലാണ് ഇത് ബാധിക്കുന്നത്? അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ പറയുമ്പോൾ നമുക്കിപ്പം ചുരൽമല മുണ്ടക്കയുടെ നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉയർന്ന താപനില, അതായത് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ, അതായത് ആ ഒരു മാറ്റം 1800-കളിൽ നിന്നാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1800-കളിൽ നിന്നും ഇപ്പം വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില ഇപ്പോഴാണ് ഈ ഒരു അടുത്ത കാലത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പം ആ ഒരു കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1.2 ഡിഗ്രി സെൽഷ്യസോളം കൂടിക്കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ അത് നമ്മുടെ ആ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ 1800-കളുമായി താരതമ്യം ചെയ്യുമ്പോൾ 1.5 ഡിഗ്രി സെൽഷ്യസിലും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൂലം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ നമുക്ക് ഈ ഒരു താപം കൂടിയത്, ഉയർന്ന താപം കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊന്ന് കൊതുകുജന്യ രോഗങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുന്നത് കൊണ്ട് അതിൻ്റെ രോഗങ്ങൾ കൂടുതലായിട്ട്, അതായത് എമർജിങ് ആൻഡ് റീ എമർജിങ് എന്ന് പറയും. മുമ്പ് ഉണ്ടായിട്ട് നമ്മളതിപ്പം കുറഞ്ഞു വന്നിരുന്ന രോഗങ്ങൾ വീണ്ടും കൂടുന്നതും പുതിയ വൈറസ് രോഗങ്ങളടക്കമുള്ള രോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വേനൽക്കാലത്തിലേക്ക് വരികയാണെങ്കിൽ അതികഠിനമായ ചൂടാണ് മിക്ക നമ്മുടെ ജില്ലയിൽ ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. പല ആരോഗ്യ പ്രശ്നങ്ങളും ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്നു. പുറത്തിറങ്ങാൻ പോലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഒരാളെ ബാധിക്കുന്നത്? നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊരു രക്ഷ നേടാൻ കഴിയും? ഈ പറഞ്ഞ പോലെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 11ഓളം ഈ ഉയർന്ന താപനില കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്കറിയുന്ന പോലെ തന്നെ വയനാട് ജില്ലയിൽ പൊതുവെ കുറവാണ് ഇത് കമ്പയർ ചെയ്യും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്. വയനാട് ജില്ലയെ സംബന്ധിച്ച് നമുക്കിങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് താപനില ഉയരുമ്പോൾ ആളുകൾക്ക് ഒരുപാട്
പല ഘട്ടങ്ങളായിട്ടുണ്ട്. അതായത് ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് എക്സോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ക്ഷീണം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ആളുകൾ അത് മനസ്സിലാക്കി, അതായത് നമ്മൾ കൂടുതലും ജോലിക്ക് പോകുന്ന പുറത്ത് പണിയെടുക്കുന്ന ആളുകളാണ് വയനാട് ജില്ലയിലുള്ളത്. അപ്പോൾ അവർ നല്ല ഉയർന്ന താപനിലയുള്ള സമയത്ത് പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുമ്പോൾ അവർക്കിത് സംബന്ധമായിട്ട് ഈ തൊലിപ്പുറമെ നമുക്ക് പൊള്ളലേൽക്കുക അങ്ങനത്തേതായിട്ട് OPയിൽ വരുന്നുണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാഷണൽ പ്രോഗ്രാം ഫോർ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് 2019ഓടെയാണ് ഇതായത്. അപ്പം അതിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ളത് വരുമ്പോൾ നമുക്ക് ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക് മുതലായ, അതായത് തീരെ ശരീരത്തിൽ ജലാംശം ഇല്ലാതാവുകയും താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അപകടകരമായ അവസ്ഥകളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നേരിടാനുള്ള പ്രതിവിധികൾ എന്ന് പറഞ്ഞാൽ ആളുകളെ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നാണ്. അതായത് നല്ല താപനിലയുള്ള സമയങ്ങളിൽ 11 മുതൽ ഒരു 3:30 വരെയെങ്കിലും ആളുകൾ പുറത്ത് പണിയെടുക്കുന്നത് നേരത്തെ ഇറങ്ങിയിട്ട് ആ സമയത്ത് പാടത്തും പറമ്പിലൊക്കെ ഡയറക്റ്റ് സൂര്യ താപനില ഏൽക്കുന്ന രീതിയിൽ പണിയെടുക്കാതിരിക്കുകയും പിന്നെ ആളുകളെ മൊത്തം അവെയറാക്കി കൂടുതൽ വെള്ളം കുടിക്കുക, എവിടെ പോകുമ്പോഴും വെള്ളം കൂടെ കരുതുക. അതുകൂടാതെ ഡ്രസ്സുകളായാൽ അയഞ്ഞ കോട്ടൺ രീതിയിലുള്ള ലൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇതിനെപ്പറ്റിയുള്ള അവബോധം കുട്ടികളിലൊക്കെ സൃഷ്ടിക്കുന്നത് നല്ലതാണ്. ഈ കൊതുകുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് തന്നെ നമുക്കറിയാം കൊതുകുകളും ഈ മഴയുമായിട്ടും വെള്ളക്കെട്ടുകളുമായിട്ടും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നേരത്തെ പറഞ്ഞു, മുമ്പ് ഐസായിരുന്ന സംഭവങ്ങളൊക്കെ ഇന്ന് ഉരുകി തുടങ്ങി, നമ്മുടെ സമുദ്രനിരപ്പൊക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും നമുക്ക് കൊച്ചിയിലൊക്കെ ഉള്ള ജലാശയങ്ങളുടെ ഇടയിലുള്ള ഭൂമികളൊക്കെ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ജലം ഉയർന്നിട്ട് അതൊക്കെ താഴ്ന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കൊതുകുകളിൽ കൂടുതൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൊതുകുജന്യ രോഗങ്ങളും ഇതുപോലെ തന്നെ. പിന്നെ അതുപോലെ അവയ്ക്ക് കൂടുതലായിട്ട് ആ ആവാസ വ്യവസ്ഥയോട് യോജിച്ച് കൂടുതലായിട്ട് ഈ അസുഖം പകർത്താനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഒരു ഉയർന്ന താപനില നമുക്ക് കൊതുകുജന്യ രോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പം അതുപോലെ പരിസ്ഥിതി മലിനീകരണം, അതുപോലെ വനനശീകരണം തുടങ്ങിയ കാര്യങ്ങൾ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം പരിസ്ഥിതി മലിനീകരണം നമുക്ക് പറയുമ്പോൾ വനനശീകരണം ആയാലും, പരിസ്ഥിതി മലിനീകരണത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് പോലെയുള്ളതിന് ഉപയോഗമാണ്. അപ്പം പ്ലാസ്റ്റിക് 2 തരത്തിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തിൽ പ്ലാസ്റ്റിക് നമുക്ക് ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം കൂടുതലായിട്ടും നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വരാനുള്ള കാരണം നമുക്കറിയാം ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് കൂടുതലായിട്ടും അന്തരീക്ഷത്തിൽ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ താപനില കൂട്ടുന്നത് കൊണ്ടാണ്. അപ്പം ഈ പ്ലാസ്റ്റിക് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനത്തെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നമ്മുടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഈ കാർബൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രഡേഷൻ, അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം കൂടുന്നതനുസരിച്ച് കൂടുതലും ഇതിൻ്റെ ഡിഗ്രഡേഷനും കൂടുകയും കൂടുതലായിട്ടുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന ഇത് നമുക്ക് അന്തരീക്ഷത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം. പിന്നെ രണ്ടാമത്തത് വനനശീകരണമാണ്. നേരത്തെ പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമുക്കറിയാം വനങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുകയും കൂടുതലായിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ വേണ്ടി കൂടുതലായിട്ട് വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം. നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയും അതിന്. അതായത് എത്രമാത്രം നമ്മൾ പൊള്യൂട്ടഡ് ആക്കുന്നുണ്ടോ അത്രയും നമ്മൾ അതിനെ അന്തരീക്ഷത്തിൽ നിന്ന് നീക്കുവാനുള്ള ശ്രമങ്ങളും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി മാം നന്നായി വിശദീകരിച്ചു. കാരണം വരൾച്ച, വെള്ളപ്പൊക്കം, സൂര്യാഘാതം, സൂര്യതാപം, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശാരീരികമായിട്ട് ഒരാളെ ബാധിക്കുന്നതെന്ന്, ഇതൊക്കെ ഒരാളെ എങ്ങനെ മാനസികമായിട്ട് ബാധിക്കും, അവരുടെ മാനസികാരോഗ്യം ഈ സമയത്ത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഈ ഒരു ആസ്മ, അലർജി, അതുപോലെ ഹൃദ്രോഗ രോഗങ്ങൾ കൂടാം. അങ്ങനെ പിന്നെ തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ. പിന്നെ ചില പഠനങ്ങൾ പറയപ്പെടുന്നത് നമ്മുടെ വിരൾച്ച, അതായത് ഡൽഹി IITയിലൊക്കെയുള്ള പഠനത്തിൽ പറയുന്നത് ഈ ഒരു കൂടുതലായിട്ട് ഇത്തരം വായു ശ്വസിക്കുന്നത് മൂലം കുട്ടികളിൽ വിരൾച്ച ഉണ്ടാവുന്നുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാനസികാഘാതത്തിൽ നമുക്കറിയാം ഇപ്പം പലതരത്തിൽ അത് മാനസികാഘാതത്തിന് കാരണമാവുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കൈ പോലെയുള്ള വലിയ വലിയ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകൾ അതുകൊണ്ട് തന്നെ പല ആളുകളുടെ
നഷ്ടത്തിന് കാരണമാവുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ താപനില വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും നമുക്ക് പല വിഷാദ രോഗങ്ങളടക്കമുള്ള പല കാര്യങ്ങളിലും ആളുകളെ തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത് കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയും മുതിർന്നവരെയാണല്ലോ. എന്തുകൊണ്ടാണ് അവരത് കൂടുതലായിട്ട് ബാധിക്കുന്നത്? നമുക്കറിയാം, ഏതൊരു അസുഖമായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് വൾണറബിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളുകളെയാണ്. അപ്പം കുട്ടികളായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം, ഉയർന്ന ചൂടും അങ്ങനത്തെ പിന്നെ അലർജി, ഇതൊന്നും അവർക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. ഇതൊക്കെ അവർക്ക് കുട്ടികളിപ്പം അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം ഉള്ള സ്ഥലങ്ങളിൽ, സിറ്റികളിലൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലാത്ത സ്ഥലങ്ങളിനേക്കാൾ നമുക്ക് അലർജി പോലെയുള്ള അസുഖങ്ങൾ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ വിരൾച്ച നേരത്തെ പറഞ്ഞു, പിന്നെ വേറെ തൊലിപ്പുറമെയുള്ള അസുഖങ്ങളും എല്ലാം തന്നെ. പിന്നെ അതുകൂടാതെ നമുക്കിപ്പം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാം. കാരണം അതിൻ്റെയൊക്കെ ആൻറ്റിബയോട്ടിക്സുകൾ നമ്മൾ ഡോക്ടറുടെ കുറിപ്പടി കൂടാതെ തന്നെ വാങ്ങുന്നത് മാത്രമല്ല, അത് നമ്മൾ വെറ്റിനറിയിലായാലും അല്ലാതെ ജലാശയങ്ങളിലൊക്കെ ഈ ഒരു ഫുഡ് ചെയിനിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ മൊത്തം ഫുഡ് ചെയിനും നമ്മുടെ ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നതിനാൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളതും, അതുപോലെ വളരെ പ്രായമുള്ളവർ. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ അലർജി, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങളായി ഗുരുതരമാവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വലിയ അന്തരീക്ഷ മലിനീകരണമുള്ള, വായു മലിനീകരണമുള്ള സമയത്തൊക്കെ പുറത്തിറങ്ങുന്നതൊക്കെ അപകടകരമാണ്. അതുപോലെ ഇപ്പം നമ്മുടെ ഭക്ഷണശീലത്തിലും അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ഒരു ഗുണനിലവാരത്തിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന് അത് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും? അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ വായു മലിനീകരണം വളരെ കൂടുന്നുണ്ട്. അതുപോലെ ജലമലിനീകരണവും. ഈ ജലമലിനീകരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഈ ഒരു വാട്ടർ ബോൺ, ജലത്തിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒരു അതേപോലെയാണ് ഭക്ഷണകാര്യത്തിലും. നമ്മുടെ ഭക്ഷണകാര്യത്തിൽ കാലാവസ്ഥ, നമ്മുടെ ഈ ഒരു വനനശീകരണമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് നമ്മുടെ ഭക്ഷണശീലം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനും കൂട്ടുന്നതിനും നമ്മുടെ ആരോഗ്യം മോശമാവുന്നതിനും രണ്ട് രീതിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്കെതിരെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സമൂഹപരമായിട്ടും എടുക്കാവുന്ന മുൻകരുതലുകൾ അത് എന്തൊക്കെയാണ്? ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് ആലോചിക്കുമ്പോൾ ഒരാളുകളുടെ ചെയ്യുന്ന പ്രവർത്തനം, അതായത് ഒരാൾക്ക് മാത്രം കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനാവുമോ എന്നതും അത് എത്രമാത്രം മൊത്തം കാലാവസ്ഥാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിൽ പറയാനുള്ളത്, മുൻ UN സെക്രട്ടറി ജനറലായിരുന്ന ബാൻ കി മൂൺ അടക്കമുള്ള ആളുകൾ പറഞ്ഞ പോലെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിന് നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ പ്രവർത്തനങ്ങളും നമ്മുടെ പൊതുജനാരോഗ്യത്തിനും സാമൂഹിക സുരക്ഷിതത്വത്തിനും കാരണമായി വരുന്നുണ്ട്. അപ്പം മൊത്തമായി നമ്മൾ ഒരു സുസ്ഥിരമായ ഒരു നേട്ടങ്ങൾ കൈവരിക്കാനും നല്ലൊരു ഭാവി തലമുറയും നല്ലൊരു അന്തരീക്ഷവും വാർത്തെടുക്കാനും ഇത് കഴിയുന്നതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ശ്രമങ്ങൾ പോലും വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോരാൾക്കും ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്നത്, പിന്നെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ പോളിസി വെച്ചിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഫുട് പ്രിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കുറയ്ക്കേണ്ടതാണ്. അപ്പം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് വാഹനങ്ങൾ കൂടിയുള്ള ഉപയോഗം മൂലമുള്ള ഈ ഒരു അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നുള്ളത്, അതേപോലെ നമുക്ക് നമ്മുടെ എനർജി, അതായത് നമ്മുടെ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ സർക്യൂട്ടുകളെല്ലാം, അതായത് വീടിനുള്ളിലുള്ള വയറിങ്സ് എല്ലാം കൃത്യമായും പിന്നെ സോളാർ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എനർജി നമ്മൾ മാക്സിമം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്നുള്ളത്, ഇപ്പോഴത്തെ പുതിയ തലമുറയും ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുകയും പിന്നെ നമുക്കറിയാം അത് നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് ഒരു വേസ്റ്റായിട്ട് പോവുകയും അത് കൂടുതൽ ഈ ഒരു മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത്, നമുക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മൊഡാലിറ്റീസും വളരെ വലിയ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് നമുക്ക് ഈ ഒരു ചെയ്യാൻ പറ്റും. അതിൽ നമുക്കതിന് പകരം ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കിങ്, അതിലൊക്കെ തന്നെ ഒരുപാട് ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് പുറത്തള്ളപ്പെടുന്നുള്ള മലിനീകരണത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി തന്നെ അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നും പഞ്ചായത്ത് തലത്തിനുമായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്, ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മാം പറഞ്ഞു. ആരോഗ്യ വകുപ്പിന് ഇതിൽ ഏത് രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും?
ആരോഗ്യ വകുപ്പിന് നമുക്ക് മെയിനായിട്ട് 2 രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഒന്ന്, ആളുകളുടെ ഇതിനെ അവബോധം സൃഷ്ടിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, അതായത് ഈ ഒരു അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളിൽ നിന്നും അവരെ മാക്സിമം മാറ്റി നിർത്തുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത്, ഇതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന, ഉയർന്ന താപനില കൊണ്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാവുന്ന അലർജി പോലെയോ അങ്ങനത്തെ അസുഖങ്ങൾക്ക്, ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാവാം. അതിന് നല്ല ചികിത്സ നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊന്നുള്ളത്, നമുക്ക് റിസർച്ചും അതിൻ്റെ കൂടെ നമുക്ക് കൂടുതലായിട്ടും അതിന് തരത്തിലുള്ള, ഇപ്പം ഉദാഹരണത്തിന് എൻഡോസൾഫാൻ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളത് ആ സ്ഥലങ്ങളിൽ പോയി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ അവസാനം അതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ പോളിസിക്ക് വേണ്ടിയിട്ടും ആരോഗ്യവകുപ്പിന് സഹായിക്കാൻ പറ്റും. നിലവിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ മാം പറഞ്ഞു. ഭാവിയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിനെ ഏത് രീതിയിൽ നേരിടാൻ സാധിക്കും? നമുക്ക് ഭാവിയിൽ പറയുമ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വലിയൊരു ഭീഷണിയാണ്. അതായത് താപനില കൂടുന്നത് കൊണ്ട് മാത്രം തന്നെ ഇന്ത്യയിൽ 2100 ആകുമ്പോഴേക്ക് 1.5 ദശലക്ഷത്തോളം ആളുകൾ മരണപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഊർജിതമായ ശ്രമങ്ങൾ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അത് ത്രിതല പഞ്ചായത്തായാലും നമ്മുടെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളായാലും സാധാരണ ജനങ്ങൾക്കിടയിലുള്ള അവബോധം സൃഷ്ടിച്ചായാലും ഒത്തൊരുമിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും. ഇതിനെ പറ്റിയുള്ള ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് ഉടമ്പടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും അതിൻ്റെതായ രീതിയിൽ തന്നെ കുറച്ചും കൂടെ ആളുകളുടെ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ നേരിടാൻ പറ്റുള്ളൂ. ഓക്കെ മാം, അപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെ മാം വളരെ വിശദമായി തന്നെ സംസാരിച്ചു. താങ്ക് യു. ഹെൽത്ത് ടോക്സിന്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ആരോഗ്യവകുപ്പ് NPNCD ജില്ലാ നോഡൽ ഓഫീസറായ ഡോക്ടർ KR ദീപ പങ്കുവച്ച വിവരങ്ങളായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഒരു വിദൂര ഭീഷണിയല്ല, അത് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വിവിധ വശങ്ങളിൽ പ്രകടമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഇതോടെ ഇന്നത്തെ ഹെൽത്ത് ടോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹെൽത്ത് ടോക്സ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി. നിർവഹണം ഭാഗ്യലക്ഷ്മി.